സോ ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂബോർഡ്. എല്ലാവർക്കും എജ്യൂബോർഡിന്റെ 10ാം ക്ലാസ് CBSE ബയോളജി ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ മക്കൾസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 10ാം ക്ലാസ് ബയോളജിയുടെ രണ്ടാമത്തെ പാഠം കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഈ ചാപ്റ്ററിന്റെ വളരെ ക്വിക്കായിട്ടുള്ള റിവിഷൻ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ എക്സാമിന്റെ സമയത്ത് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഈ പാഠം ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമേ ഇങ്ങനെ വീഡിയോ ഉപയോഗിക്കാവൂ. പാഠം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ ഈ വീഡിയോ നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് ചെറിയൊരു ഇൻഫോർമേഷൻ ഒരു നിയമപരമായുള്ള മുന്നറിയിപ്പ് തരികയാണ് കേട്ടോ. സോ മക്കൾസ്, ചാപ്റ്ററിന്റെ പേരെന്താണ്? കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നമ്മുടെ ചാപ്റ്റർ 2 ഓഫ് ബയോളജി ആണ് കേട്ടോ. സോ മക്കൾസ്, നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് കവർ ചെയ്യാനുള്ള 3 ടോപ്പിക്കുകളേ ഉള്ളൂ. അതിൽ ഒന്നാമത്തത് എന്താണ്? ഹ്യൂമൻ നെർവസ് സിസ്റ്റം. രണ്ടാമത്തത് ഹ്യൂമൻ ഹോർമോണൽ സിസ്റ്റം. ആൻഡ് മൂന്നാമത്തത് പ്ലാൻ കോർഡിനേഷൻ. ഓക്കെ ഇല്ലേടാ? 3 ടോപ്പിക്ക് ഈ ചാപ്റ്ററിലുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്ര തന്നെ കണ്ണിങ് ഒന്നും അല്ലാത്ത അത്യാവശ്യം നല്ല ഒരു കണ്ടന്റ് വൈസ് അടിപൊളിയാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളേ ഉള്ളൂ. പ്രധാനപ്പെട്ട വെറും 3 ടോപ്പിക്കാണ് പഠിക്കാനുള്ളൂ കേട്ടോ. സോ മക്കൾസെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഹ്യൂമൻ ബോഡിയെ, മനുഷ്യന്റെ ശരീരത്തെ 2 രീതിയിൽ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തത് നെർവസ് സിസ്റ്റമാണ് ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ്, ഇറ്റ്സ് കൺട്രോൾഡ് ബൈ ഹ്യൂമൻ ഹോർമോണൽ സിസ്റ്റം. ശരീരത്തിന് മെസ്സേജുകൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അതുപോലെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന 2 രീതികളാണുള്ളത്. അഥവാ കൺട്രോൾ ചെയ്യാൻ 2 മാർഗങ്ങളുണ്ട് അല്ലേ? ഒന്നാമത്തത് എന്താണ്? ഒന്ന് ഹ്യൂമൻ നെർവസ് സിസ്റ്റമാണ്, മറ്റേത് ആൻഡ് സെക്കൻഡ് എന്താണ്? ഹ്യൂമൻ ഹോർമോണൽ സിസ്റ്റം. ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്ക് ഹ്യൂമൻ നെർവസ് സിസ്റ്റം ആകുന്നു. ഓക്കെ അല്ലേടാ? ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൽ ഏതൊക്കെ കോമ്പണൻസ് വരുന്നുണ്ട്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് കോമ്പണൻസിൻ്റെ പാർട്ടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പറയുന്ന ഒരു മെയിൻ ടോപ്പിക്കിടയിൽ വരുന്ന സബ് ടോപ്പിക്കുകളൊക്കെ വരുന്നത്. സിമ്പിളാണ് മക്കളെ. ആദ്യം നമ്മൾ നെർവസ് സിസ്റ്റം പഠിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു ഇൻട്രോഡക്ടറി പോയിന്റ് ഉണ്ട്. നെർവസ് സിസ്റ്റം നമ്മളെ കൂടുതലും അവിടെ സറൗണ്ടിങ്സിൽ നിന്ന് ഇൻഫോർമേഷൻ ഗ്രാസ്പ് ചെയ്യാനും അതുപോലെ തന്നെ ശരീരത്തിനുള്ളിൽ കൂടെ ഇൻഫോർമേഷൻസും മെസ്സേജൊക്കെ കൺവേ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നെർവസ് സിസ്റ്റം. ഇതിൽ 5 സെൻസുകളാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വരുന്നത്. 5 സെൻസുകളാണ്, അഥവാ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, അതുപോലെ തന്നെ ഫീലിംഗ്, ടച്ചിങ് ഒക്കെ വരുന്നത്. സോ ഈ 5 ആണ് പ്രധാനപ്പെട്ടുള്ള മേജർ ആയിട്ടുള്ള സെൻസസ് ഓഫ് ഹ്യൂമൻ ബോഡി. പ്രധാനപ്പെട്ട 5 സെൻസുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 5 ആളുകളാണ്. സാറേ, ഈ പറഞ്ഞ സെൻസുകൾ നമ്മുടെ ശരീരത്തിൽ റെസ്പോൺസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് സ്റ്റിമുലൈ. റെഡി ഇല്ലടാ? കാഴ്ച മാത്രമാണെങ്കിൽ അത് സെൻസാണ്. ഓക്കെ അല്ലേ? വിഷൻ സെൻസാണ്. വിഷൻ നമ്മളെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ വെറും സെൻസ് അല്ല, അതിൻ്റെ പേര് സ്റ്റിമുലൈ എന്നാകുന്നു. ഓക്കെ ഇല്ലടാ? എന്തോ ഭംഗിയുള്ള കാഴ്ച നമ്മൾ എന്ത് ചെയ്തോടാ? എക്സൈറ്റഡ് ആയി. അല്ലെങ്കിൽ നമ്മൾ ടീച്ചർ വരുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്തോടാ? നമ്മൾ റെസ്പെക്ട്ഫുള്ളി നമ്മളൊന്ന് എണീച്ച് നിന്നു. സോ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു റിയാക്ഷൻ, ഒരു റെസ്പോൺസ് ചെയ്തു. സോ ഇത് വെറും സെൻസ് അല്ല, ഇത് വിളിക്കുന്ന പേര് സ്റ്റിമുലൈ. ഓക്കെ ഇല്ലടാ? എന്തോ കേട്ടപ്പോൾ നമ്മൾ സന്തോഷിച്ചു അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നടാ? നമ്മളെ ഉമ്മ നമ്മൾ വിളിക്കുന്ന സൗണ്ട് കേട്ടു, നമുക്കൊരു ഹാപ്പിനെസ് വരും അല്ലേ? സോ ഇങ്ങനെ നമ്മളെ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റെസ്പോൺസ് ഇവോക്ക് ചെയ്യുന്ന ഓൾ സെൻസുകൾ വിളിക്കുന്ന പേര് സ്റ്റിമുലൈ. ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ആൻ ഓർഗാനിസം. റെഡി അല്ലേ? സോ വെറും സെൻസുകളാണ്. ഇത് റെസ്പോൺസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് എന്താടാ? സ്റ്റിമുലൈ എന്നാകുന്നു. ദെൻ ഈ പറഞ്ഞ സ്റ്റിമുലൈകളെ സ്വീകരിക്കുന്ന നെർവ് എൻഡിങ്ങുകളോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സെൽസിനെ വിളിക്കുന്ന പേരാണ് റിസെപ്റ്റേഴ്സ്. These are the specialized cells in the sense organs and other parts of the body to receive stimuli. ഒരു കാഴ്ച വന്നൂലേ, നമ്മളെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു കാഴ്ച വന്നപ്പോൾ ആ കാഴ്ചയെ സ്വീകരിക്കുന്ന ചില കോശങ്ങളുണ്ട്, അവയെ വിളിക്കുന്ന പേര് റിസെപ്റ്റേഴ്സ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ കാഴ്ചയുടെ റിസെപ്റ്റർ കണ്ണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? കണ്ണ് പൂട്ടിയിട്ട് നമ്മൾ തൊള്ള അങ്ങനെ തുറന്നു പിടിച്ചു, വായ അങ്ങനെ തുറന്നു പിടിച്ചു, നമ്മൾ കാണൂല. കാരണം കാഴ്ചയെ സ്വീകരിക്കുന്ന കോശങ്ങളുടെ കൂട്ടം അത് കണ്ണിൽ മാത്രമേ ഉള്ളൂ. അവർ വിളിക്കുന്ന പേര് റിസെപ്റ്റേഴ്സ്. ഓക്കെ അല്ലേ? സോ സ്റ്റിമുലൈകളെ സ്വീകരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിന്റെ പേരാണ് റിസെപ്റ്ററുകൾ. റെഡി അല്ലേടാ? സോ ഇത് 3 ഇൻട്രോഡക്ടറി പോയിന്റ് ആണ്. ഇനി നമ്മൾ പോകുന്നതാണ് പ്രധാനപ്പെട്ട നെർവസ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്കിന് വിളിക്കുന്ന പേരാണ് ന്യൂറോൺ. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്.
നെർവസ് സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഒക്കെ മുത്തുമണിയാണ്. പേരെന്താണെന്ന് അറിയോ? ന്യൂറോൺ. ചില ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇതിനെ എന്തും കാണാറുണ്ടടാ, ചില ഗൈഡുകളിൽ നെർവ് സെല്ലെന്നും കാണാറുണ്ട്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കരുത്. ന്യൂറോൺ എന്ന് പറഞ്ഞാലും നെർവ് സെൽ എന്ന് പറഞ്ഞാലും ഒരേ ആളാണ് കേട്ടോ. സാറേ എന്താണ് ന്യൂറോൺ, എങ്ങനെയാണ് ന്യൂറോൺ? മക്കളെ നോക്കിക്കേ, ഇതാണ് ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഓക്കെ അല്ലേ? പ്രധാനപ്പെട്ടിട്ടും ന്യൂറോണിന് പറയപ്പെട്ട 3-4 പാർട്സ് ഉണ്ട്. ഒന്ന് നോക്കടാ, ഒന്ന് ഈ കാണുന്ന സെൽ ബോഡി ആകുന്നു. നോക്കിക്കേടാ, ഈ ന്യൂക്ലിയസും അതുപോലെ ഇവിടെയുള്ള മറ്റു സെൽ ഓർഗനൽസ് ഒക്കെ വരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം, സെൻട്രൽ പാർട്ടാണ് മക്കളെ എന്ത്, സെൽ ബോഡി. ചില ഗൈഡുകൾ ഇതിനെ സൈറ്റോൺ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങളെ കയ്യിൽ എന്താണുള്ളത്, ബുക്കോ ഗൈഡ് എന്താണെന്ന് അറിയില്ല. സോ സെൽ ബോഡി അതല്ലെങ്കിൽ സൈറ്റോൺ എന്നും ആരെ വിളിക്കാറുണ്ടാ, ഈ ഒരു പാർട്ടിനെ വിളിക്കാറുണ്ട്. റെഡിയല്ലേ? തന്നെ മക്കളെ നോക്കിക്കേ, ഈ സെൽ ബോഡിയിൽ നിന്നും അറൈസ് ചെയ്യുന്ന സ്മോൾ 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 ഫിലമെന്റുകൾ കണ്ടോടാ. നോക്കിക്കേ, ഈ ഒരു സ്മോൾ ഫിലമെന്റുകൾ കണ്ട. ആൻഡ് ദിസ് സ്മോൾ ഫിലമെന്റ്സ് ആർ കാൾഡ് ഡെൻഡ്രോൺ. ആൻഡ് ഈ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകൾ വിളിക്കുന്ന പേര് ഡെൻഡ്രൈറ്റ്. ഓക്കെ, സെൽ ബോഡിയാണ്. സെൽ ബോഡി അറൈസ് ചെയ്യുന്ന സ്മോൾ ഫിലമെന്റിന്റെ പേര് ഡെൻഡ്രോൺ. ആ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകൾ ഉണ്ട്, അതിന് ഡെൻഡ്രൈറ്റ്. ഓക്കെ ഇല്ലടാ? ദെൻ സെൽ ബോഡിയിൽ നിന്നും അറൈസ് ചെയ്യുന്ന ലോങ് ഫിലമെന്റിന്റെ പേര് ആക്സോൺ. ഓക്കെ അല്ലേ? നോക്കിക്കടാ, ദിസ് ലോങ് ഫിലമെന്റ് ഈസ് കാൾഡ് ആക്സോൺ ആൻഡ് ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ഈസ് കാൾഡ് അല്ലേ, ഈ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺസ് ആർ കാൾഡ് ആക്സോണൈറ്റ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ NCERT മെൻഷൻ ചെയ്യാത്തൊരു പേരാണ്. പക്ഷെ നമ്മൾ പല എക്സാമുകൾക്കും, നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരുപാട് നമ്മുടെ മത്സര പരീക്ഷകൾക്കും, അത് 10ാം ക്ലാസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരുപാട് എക്സാമുകളുണ്ട്. സോ അവിടെയൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വെറുതെ ഓർത്ത് വെച്ചാൽ മതി. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ഡെൻഡ്രൈറ്റ് എന്നതുപോലെ ആക്സോണിന്റെ ബ്രാഞ്ച് എന്താകുന്നു, ആക്സോണൈറ്റ് ആകുന്നു. ദെൻ എന്താടാ, നെർവ് എൻഡിങ്ങുകളുടെ അഥവാ അതിന്റെ ടിപ്പ് ഭാഗങ്ങളുണ്ട്. ഓക്കെ അല്ലേടാ? നിങ്ങൾ മനസ്സിലായ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, തൊട്ടപ്പുറത്ത് ന്യൂറോണിൽ നിന്നും ഇതിനെന്ത് ചെയ്യടാ, മെസ്സേജുകൾ വരും. ഈ ഡെൻഡ്രൈറ്റ് ആണ് ഇതിനെ സ്വീകരിക്കുക. ഈ മെസ്സേജുകൾ ന്യൂറോണിന്റെ ഉള്ളിലൂടെ പോകുന്നത് എന്തായിട്ട് പോകുന്നതാടാ, ഇലക്ട്രിക് ഇമ്പൾസുകളായിട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. ഓർത്ത് വെച്ചോടാ, എന്തായിട്ട് സഞ്ചരിക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസൈഡ് ദ ന്യൂറോൺ ദ മെസ്സേജസ് ഓർ ദ ഇമ്പൾസസ് ആർ ട്രാൻസ്പോർട്ടഡ് ആസ് ഇലക്ട്രിക് ഇമ്പൾസസ്. ഓക്കെ അല്ലേ? ന്യൂറോണിന്റെ ഉള്ളിലൂടെ മെസ്സേജ് പോകുമ്പോൾ അത് ഏത് രൂപത്തിലാണ് പോവുക, ഇലക്ട്രിക് ഇമ്പൾസിന്റെ രൂപത്തിലാണ് പോകുന്നത്. എന്നാൽ നോക്കിക്കേ, ഇവിടെ ന്യൂറോൺ എൻ്റെ ഇതിലെ ഈ ന്യൂറോണിന്റെയും തൊട്ടപ്പുറത്ത് വേറെ ന്യൂറോണിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. സോ ഈ ഗ്യാപ്പിൽ ഈ ഇലക്ട്രിക് ഇമ്പൾസിനെ ആ ഗ്യാപ്പ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എന്ത് സിഗ്നലാണോ ഉള്ളത് അതേ ഇന്റൻസിറ്റികൾ എന്താക്കിയിട്ട് മാറ്റൂടാ, കെമിക്കൽസ് ആക്കിയിട്ട് മാറ്റും. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്തോടാ, ആരോ ഒരാൾ ടച്ച് ചെയ്തു. സോ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷൻ ഇങ്ങനെ ഇലക്ട്രിക് ഇമ്പൾസ് ആയിട്ട് ഇങ്ങനെ പോയി. പക്ഷെ ഇവിടെ എൻഡിങ് ആണ്, ഇവിടെ ഗ്യാപ്പ് ആണ്. ഇവിടെ എന്താടാ, വേറെ ന്യൂറോൺ കുറച്ച് അപ്പുറത്താണുള്ളത് അല്ലേ. സോ ഈ ഗ്യാപ്പ് കടക്കാൻ വേണ്ടിയിട്ട് ഫോർ പാസിംഗ് ദ ഗ്യാപ്പ് ദ സെയിം ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ഓർ കൺവേർട്ടഡ് ഇൻ ടു ദി കെമിക്കൽസ്. ഓക്കെ, ഏത് ഇലക്ട്രിക് സിഗ്നൽ ആണോ വന്നത് അതിനെ നേരെ എന്താക്കിയിട്ട് മാറ്റുന്നു, നമ്മുടെ കെമിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. ദെൻ അതിനെ അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് അഗൈൻ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക് ഇമ്പൾസസ്. ഓക്കെ അല്ലേ? സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നതാടാ, ഇവിടെ മെസ്സേജ് പാസ് ചെയ്യുന്നത്. ആൻഡ് ഈ കെമിക്കൽസിനെ നമ്മൾ കോമൺലി വിളിക്കുന്ന ഒരു പേരിൻ്റെ ഓർത്ത് വെക്കണേ. കെമിക്കൽസ് ആർ കോമൺലി കാൾഡ് ന്യൂറോ transmitters. Okay, the chemicals are commonly called neurotransmitter. റെഡി അല്ലേടാ? സോ ഇതാണ് ഈ ഭാഗത്തു നിന്ന് ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നോക്കിക്കോ, സെൻസേഷൻ അക്യൂർഡ് at the end of the dendritic tip of a nerve cell, set of chemical reactions that creates an electric impulse. ഒരു ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടാക്കുന്നു. This impulse travel from one dendritic end to cell body, then along the axon to its end. At the end of the axon, the electric impulse set off and release some chemicals. എടാ, these chemicals ഇതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തു നോക്കിക്കടാ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അക്രോസ് ദ ഗ്യാപ്പ്, അഥവാ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു, അഥവാ സിനാപ്സ് ക്രോസ് ചെയ്യുന്നു. ആൻഡ് സ്റ്റാർട്ട് എ സിമിലിയർ ഇലക്ട്രിക് ഇമ്പൾസസ് ഇൻ എ ഡെൻഡ്രൈറ്റ് ഓഫ് ദി നെക്സ്റ്റ് ന്യൂറോൺ. ആ തൊട്ടപ്പുറത്ത് ന്യൂറോണിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു വേറെ ഇലക്ട്രിക് ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സിമിലിയർ
എ സിമിലർ സിനാപ്സ് ഫൈനലി അലോസ് ഡെലിവറി ഓഫ് സച്ച് ഇമ്പൾസസ് ഫ്രം ന്യൂറോൺ ടു അനദർ സെൽ സച്ച് ആസ് മസിൽ സെൽസ് ഓർ ഗ്ലാൻഡ്. ഒന്നുമില്ല, ഈ ന്യൂറോണിലൂടെ മസിൽ സെൽസിലോട്ടോ ഗ്ലാൻഡിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു സിഗ്നൽ ഈ മെസ്സേജ് ഇങ്ങനെ കടന്നു പോകുന്നു എന്നാണ് പറഞ്ഞത്. റെഡി ഇല്ലടാ? സോ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ് ഇത്രയും ഇവിടുന്ന് ഒരു കൺസെപ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇത് അടുത്ത ന്യൂറോണോട്ട് പോകുന്നത്, അഥവാ ദ കൺസെപ്റ്റ് ഓഫ് സിനാപ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഇത് നോക്കാണ്ടായിരിക്കും കേട്ടോ. വളരെ സിമ്പിൾ ആണ്. സിനാപ്സ് എന്ന് പറയുന്നത് എ ഗ്യാപ്പ് ഓർ ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺസ്. എടാ, ഗ്യാപ്പ് ഓർ ദി ജംഗ്ഷൻ ബിറ്റ്വീൻ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ, രണ്ട് ന്യൂറോണൊക്കെ ഇട്ട് കാണുന്ന ഈ കുഞ്ഞ് ഗ്യാപ്പില് അതിന്റെ പേരാണ് സിനാപ്സ്. ഒന്നൊരു അടിപൊളിയായിട്ട് പറയുകയാണെങ്കിൽ സിനാപ്സ് ഇസ് എ പാർട്ട് ഫ്രം വിച്ച് ആൻഡ് മെസ്സേജ് ഓർ ഇമ്പൾസ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ന്യൂറോൺ. ഓക്കെ അല്ലേടാ? ഒരു ന്യൂറോണിൽ നിന്ന് മറ്റേ ന്യൂറോണിലോട്ട് മെസ്സേജിനെ കൈമാറ്റം ചെയ്യുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് കാൾഡ് ഓർ ദാറ്റ് പാർട്ട് ഈസ് കാൾഡ് സിനാപ്സ്. ഓക്കെ അല്ലേടാ? സോ ഈ ചിത്രം നമ്മൾ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ചിത്രമാണ്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് നോക്കിയേക്ക്, രണ്ട് ന്യൂറോണുകളിലുള്ള ഈ ഗ്യാപ്പാണ് സിനാപ്സ്. സൂം ചെയ്ത് വെച്ചാൽ മക്കളെ ഈ ഒരു ഭാഗത്ത് വിളിക്കുന്ന പേരാണ് സിനാപ്സ്. റെഡി? നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. ഇതൊക്കെ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ടോപ്പിക്കാണ് കേട്ടോ. ടൈപ്സ് ഓഫ് ന്യൂറോൺ പ്രധാനം നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് ന്യൂറോണുകളാണ്. ഒന്ന് നോക്കിക്കാ, സെൻസറി ന്യൂറോൺ ആൻഡ് റിലേ ന്യൂറോൺ ആൻഡ് തേർഡ് വൺ ഈസ് മോട്ടോർ ന്യൂറോൺ. വളരെ സിമ്പിൾ ആണ്. സെൻസറി ന്യൂറോൺ നോക്കിക്കാ, റിസപ്റ്ററിൽ നിന്നും, നേരത്തെ പറഞ്ഞില്ലേ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താടാ, ദാറ്റ് സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലേ. സോ ആ സെൽസ് റിസീവ് ചെയ്യുന്ന മെസ്സേജിനെ എന്ത് ചെയ്യുന്നടാ, നമ്മുടെ ബ്രെയിനിലോട്ടോ സ്പൈനൽ കോഡിലോട്ടോ കൊണ്ടുപോകണം അല്ലേ. എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ സെൽസ് സിഗ്നൽ മെസ്സേജ് ഗ്രാസ്പ് ചെയ്ത ആ സിഗ്നൽ ഇല്ലടാ, അതിനെന്ത് ചെയ്യണം, ബ്രെയിനിക്ക് കൊണ്ടുപോകണം. എനിക്ക് കാഴ്ച അതിന് അനുഭവം ഉണ്ടാവുള്ളൂ അല്ലേ. ചെവിൻ്റെ ഉള്ളിലെ റിസപ്റ്റർ സ്വീകരിച്ചിട്ടുള്ള ആ സിഗ്നലിനാലും ആ മെസ്സേജിനെ എങ്ങോട്ട് കൊണ്ടുപോകണം, ബ്രെയിനോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ റിസപ്റ്ററിൽ നിന്നും ബ്രെയിനോ സ്പൈനൽ കോഡ് പോലെയുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് നമ്മുടെ മെസ്സേജുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ കൊണ്ടുപോകുന്ന ന്യൂറോണിന്റെ പേരാണ് സെൻസറി ന്യൂറോൺ. ഓക്കെ ഇല്ലേടാ? ദെൻ അവിടെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്ന ന്യൂറോണിന്റെ പേര് നോക്കിക്കേടാ, മോട്ടോർ ന്യൂറോൺ. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡൊന്നും ഓർഗൻ, ശരീരത്തിലെ വിവിധ അവയവങ്ങൾ, മസിലോ ഗ്ലാൻഡോ ഏതോ ആവട്ടെ, തിരിച്ചു കൊണ്ടുവരുന്നത് ആരാണ്, മോട്ടോർ ന്യൂറോൺ. ദെൻ സെൻസറി ന്യൂറോണിൽ നിന്നും മോട്ടോർ ന്യൂറോണിലോട്ടും, മോട്ടോർ ന്യൂറോണിൽ നിന്ന് സെൻസറി ന്യൂറോണിലോട്ടും നോക്കിക്കടാ, ന്യൂറോൺ ടു ന്യൂറോ ട്രാൻസ്ഫർ ഓഫ് മെസ്സേജസ് ആർ ഡൺ ബൈ റിലേ ന്യൂറോൺ. ഓക്കെ ഇല്ലടാ? സോ സെൻസറി ന്യൂറോണിന്റെ ജോലി റിസപ്റ്ററിൽ നിന്നും ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്, മോട്ടോർ ന്യൂറോൺ തിരിച്ചില്ലേ നേരെ റിവേഴ്സ് ആണ്, ബ്രെയിൻ സ്പൈനൽ കോഡിൽ നിന്നും ഓർഗൻസ് അഥവാ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ. ദെൻ റിലേ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂറോൺ ടു ന്യൂറോൺ ട്രാൻസ്ഫർ ഓഫ് മെസ്സേജസ് ആകുന്നു. ഓക്കെ അല്ലേ? സോ നെർവസ് സിസ്റ്റത്തിലെ മറ്റൊരു ടോപ്പിക് ആയിരുന്നു നമ്മുടെ ടൈപ്സ് ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്, 4ാമത്തെ ടോപ്പിക്കാണ് റിഫ്ലക്സ് ആക്ഷൻ. എടാ, നിങ്ങളുടെ കൈ എപ്പോഴെങ്കിലും ചൂടുള്ള പാത്രത്തിൽ തട്ടിയിട്ടുണ്ടോ, ഹോട്ട് പോട്ട് തട്ടിയിട്ടുണ്ടോ? അടുക്കളയിൽ നിന്ന് ഭക്ഷണം, കിച്ചണിൽ ഇങ്ങനെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അല്ലെ, സെർവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൈ സ്വാഭാവികമായിട്ടും ചൂടുള്ള അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിൽ തട്ടാറുണ്ട്, കൈ പെട്ടെന്ന് വലിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ കണ്ണിലോട്ട് പെട്ടെന്ന് ഒരു പ്രാണി ഇങ്ങനെ പറന്ന് നമ്മൾ കണ്ണ് പെട്ടെന്ന് ചിമ്മും, പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യണടാ. കണ്ണിലോട്ട് ഒരു നമ്മൾ അനിയന്മാരാരെങ്കിലും ഫ്ലാഷോ ടോർച്ചോ കണ്ണി കടിച്ച കണ്ണ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ടാ, ക്ലോസ് ചെയ്യാറുണ്ട് അല്ലേ. സോ ഇങ്ങനത്തെ പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആക്ഷൻ. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പെട്ടെന്ന് നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, കാലിന് മുള്ളു കുത്തിയില്ലേ, കാല് പെട്ടെന്ന് വലിക്കും അല്ലെ. പിന്നെയാണ് ചിന്തിക്കുക എന്താണ് കുത്തിയത്, മുള്ളാണോ ആണിയാണോ എന്താന്നൊക്കെ അല്ലേ. സോ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇൻവോളണ്ടറി, വോളണ്ടറി എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കണം അല്ലേ, പക്ഷെ ഇൻവോളണ്ടറി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് റിഫ്ലക്സ് ആക്ഷൻസ്. ഓക്കെ അല്ലേ? സോ ഈ റിഫ്ലക്സ് ആക്ഷൻസിനെ പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. സാറേ എന്തുകൊണ്ട് ബ്രെയിന് കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ മെസ്സേജുകൾ ബ്രെയിനിലോട്ട് പോയി ബ്രെയിനിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് റിപ്ലൈ വരുന്ന സമയം കൊണ്ട് ചിലപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ട്, എന്ത് സഡൻ ആക്ഷൻ അല്ലേ, കൈ പൊള്ളി തുടങ്ങിയിട്ടുണ്ട്, കൈ കൂടുതൽ പൊള്ളാൻ സാധ്യതയുണ്ട് അല്ലേ, കണ്ണിലോട്ട് പ്രാണി കയറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് എമർജൻസി കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് റിഫ്ലക്സ് ആക്ഷൻസിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ കൺട്രോൾ ചെയ്യാറുള്ളത് അധികവും സ്പൈനൽ കോഡാകുന്നു.
ശ്രദ്ധിച്ചോടാ, റിഫ്ലക്സ് ആക്ഷൻസ് ഈസ് എ സഡൻ ഇൻവോളണ്ടറി ആക്ഷൻസ് ഇൻ റെസ്പോൺസസ് ടു എ സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസിനെ, ഒരു മെസ്സേജിന് റെസ്പോൺസ് ആയിട്ടുള്ള പെട്ടെന്നുള്ള പ്രവർത്തനം, സഡൻ ഇൻവോളണ്ടറി ആക്ഷൻസിന്റെ പേരാണ് റിഫ്ലക്സ് ആക്ഷൻ. എക്സാമ്പിൾ ശ്രദ്ധിച്ചോ, പുൾ ഹാൻഡ് ബാക്ക് ഫ്രം എ ഫ്ലെയിം റിഫ്ലക്സിൽ പെട്ടെന്ന് കൈ വലിക്കുക. അതുപോലെ തന്നെ പുൾ ലെഗ് വെൻ സ്റ്റെപ്പ് ഓൺ തോൺസ്, കാല് ആണിമലോ മുള്ളും തട്ടിയ കാല് പെട്ടെന്ന് വലിക്കുക. അതുപോലെ തന്നെ കണ്ണ് പെട്ടെന്ന് ചിമ്മ, കണ്ണിലോട്ട് ലൈറ്റ് വീഴുമ്പോൾ. സോ ഇതൊക്കെ റിഫ്ലക്സ് ആക്ഷൻസ് ആകുന്നു. ആൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി റിസപ്റ്റർ ആൻഡ് ഇഫക്റ്റർ ഈസ് കാൾഡ് റിഫ്ലക്സ് ആർക്ക്. വളരെ സിമ്പിൾ ആണോ മക്കളെ? എവിടെ നിന്നാണോ മെസ്സേജ് തുടങ്ങുന്നത്, റിസപ്റ്റർ എന്നാണ് അല്ലേ. ഈ റിസപ്റ്ററിന്ന് മെസ്സേജ് തുടങ്ങിയിട്ട് തിരിച്ച് എത്തേണ്ട മസിലിലോട്ട് തിരിച്ചെത്തുന്നത് വരെയുള്ള ഈ ഒരു സഞ്ചാരപാത, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ദ പാത്ത് വേ ഓഫ് ഇമ്പൾസ്. The pathway of impulses in a reflex action is called reflex arc. ഒരു ഇമ്പൾസ് പോകുന്ന അതിൻ്റെ പാത, the pathway is called reflex action. ഓക്കെ ഇല്ലേടാ? സോ ഈ ഒരു റിസപ്റ്റർ ടു ഇഫക്റ്ററിൽ വരുന്ന ഈ ഒരു റൂട്ടിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. റെഡി? സോ മക്കൾസ്, സെൻട്രൽ നെർവസ് സിസ്റ്റോട്ട് കയറുകയാണ് കേട്ടോ. നെർവസ് സിസ്റ്റമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറുന്നത് അങ്ങോട്ടാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ജസ്റ്റ് അതിൻ്റെ ഒരു പാർട്ടീഷൻ, ഡിവിഷൻ പറയുന്നുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം മക്കളെ നോക്കിക്കടാ, ബ്രെയിന്, സ്പൈനൽ കോഡ് എന്നിങ്ങനെ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ബ്രെയിൻ തന്നെ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, ഇങ്ങനെ മൂന്നെണ്ണാക്കി മാറ്റിയിട്ടുണ്ട്. നോ പ്രോബ്ലം. നമുക്ക് എന്ത് ചെയ്യടാ, ആദ്യം ഈ ഒരു ചാപ്റ്ററിലേക്ക് ഈ ടോപ്പിക്ക് കയറുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു ടോപ്പിക് ഉണ്ട്. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോളണ്ടറി മൂവ്മെന്റ് ആൻഡ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. വളരെ സിമ്പിൾ ആണ്. വോളണ്ടറി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന മൂവ്മെന്റ്സ്, ദ മൂവ്മെന്റ്സ് ദാറ്റ് ആർ ക്യാൻ ബി കൺട്രോൾഡ്. Okay, the movements that can be controlled, and involuntary actions are the actions that cannot be controlled. Okay ലേടാ, എനിക്ക് കൈ ഉയർത്തുന്ന എന്ത് ചെയ്യാം? കൈ ഉയർത്താം, താഴ്ത്താം, കറക്കാം, ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കാണിക്കാം. ഇതൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അല്ലേ? സോ ഇങ്ങനത്തെ മൂവ്മെന്റ് ആണ് വോളണ്ടറി ആക്ഷൻസ്, ദ ആക്ഷൻസ് ഡൂയിങ് വിത്ത് കോൺഷ്യസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബോധത്തോടെ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമാണ് വോളണ്ടറി. നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻവോളണ്ടറി. നോക്കിക്കേടാ, ദ ആക്ഷൻസ് വിത്തൗട്ട് കോൺഷ്യസ്നെസ് ആൻഡ് കനോട്ട് കൺട്രോൾ. നമ്മൾ കോൺഷ്യസ്നെസ്സിലല്ല, അത് ഓട്ടോമാറ്റിക് നടക്കും, കൺട്രോൾ ചെയ്യാൻ കഴിയൂല. ഫോർ എക്സാമ്പിൾ ഹാർട്ട് ബീറ്റ്. ഈ ഹാർട്ട് ബീറ്റ് മക്കളെ നമ്മളിങ്ങനെ ടൈം വെച്ചിട്ട്, ഓക്കെ 0.8 സെക്കൻഡ് ആണ് 1 ബീറ്റിന്റെ ടൈം. സോ 0.8 സെക്കൻഡ് എങ്ങനെ മിടിപ്പിക്കുകയാണോ? അല്ല, അത് ഓട്ടോമാറ്റിക് നടക്കുന്നതാണ് അല്ലേ. വെന്റിലേഷൻ നമ്മളിത് ചെയ്യുന്ന, നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ നടന്നോളും. സോ ഇങ്ങനത്തെ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, കോൺഷ്യസ് ലെവൽ നടക്കാത്ത പ്രവർത്തനങ്ങളാണ് ഇതെന്ന് പറഞ്ഞാൽ. സോ ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇനി നമ്മൾ കണ്ടന്റോട്ട് കയറുന്നത് ബ്രെയിൻ. ബ്രെയിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. മക്കൾ നോക്കിക്കടാ, ഈ മുന്നിൽ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഫോർ ബ്രെയിൻ. ഫോർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. സോ ഫ്രണ്ട് ബ്രെയിൻ ആണ് മക്കളെ എന്ത്, ഈ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ മിഡിൽ ഓഫ് ദ ബ്രെയിൻ ഇസ് കാൾഡ് മിഡ് ബ്രെയിൻ, ആൻഡ് ബാക്ക്, ഓക്കെ, ദ ബാക്ക് ഓഫ് ദ ബ്രെയിൻ ഇസ് കാൾഡ് ദ ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ദർ ആർ 3 partition or parts for the brain. One is forebrain, hindbrain or midbrain and midbrain. ഓക്കെ ലേടാ. സോ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദ ബ്രെയിൻ ആണ്. 3 രീതിയാണ് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന്, സ്കള്ളിൻ്റെ ഇൻസൈഡിലാണ് നമ്മുടെ ബ്രെയിനിനെ ഇതിൽ കെപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ സ്കള്ളിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ്. ദെൻ മെനിഞ്ചസ് എന്ന് പറയുന്ന 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. സോ മെനിഞ്ചസ് എന്ന് പറയുന്ന 1, 2, 3 വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രെയിനിനെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് മെനിഞ്ചസ് പറഞ്ഞ ലെയർ കൊണ്ട്. സോ മെനിഞ്ചസ് ഉണ്ട്. മൂന്നാമത്തതാണ് മക്കളെ നോക്കിക്കടാ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഈ കാണുന്ന ഈ 1, 2, 3 ഇതാണ് മെനിഞ്ചസിന്റെ ലെയറുകൾ എന്നുണ്ടെങ്കിൽ, ഈ ലെയറുകൾക്ക് ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ് ഭാഗമാകുന്നു, ദ്രാവക ഭാഗം, വെള്ളം പോലെ കാണുന്ന ഈ ഭാഗത്തിന്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ വരുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ബ്രെയിനിന് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ എന്ന് മാറ്റാൻ വേണ്ടി പറ്റും. ഇതിൽ ഫോർ ബ്രെയിനിൽ വരുന്ന ഭാഗമാണ് സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്, ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഭാഗങ്ങൾ. ആൻഡ് മിഡ് ബ്രെയിനിൽ പ്രത്യേകിച്ച് പാർട്ടീഷൻ ഒന്നുമില്ല. ദെൻ ഹൈൻഡ് ബ്രെയിനിൽ വരുന്ന 3 ഭാഗങ്ങൾ പോൺസ്,
മെഡുല്ല ഒബ്ലോങ്കേറ്റ ആൻഡ് സെറിബെല്ലം. ഓക്കെ അല്ലേടാ? സോ ആദ്യത്തെ ഭാഗം നോക്കിയ സെറിബ്രം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് വളരെ സിമ്പിൾ പോയിന്റ് ആണ്. ഒരു സിംഗിൾ 2-3 പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് എന്ത് ചെയ്തിട്ടുണ്ടാ ഒരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ നോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, താഴെ ലിങ്ക് ഉണ്ട്, അതിലിപ്പോൾ തന്നെ ജോയിൻ ചെയ്താൽ ഈ ഒരു ഡീറ്റെയിൽഡ് നോട്ടും അയച്ചു തരാം. വിത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഈ നോട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് 8 പേജിൽ വരുന്നുണ്ട്. സോ ഫുൾ ഡീറ്റെയിൽഡ് നോട്ടാണ്, നമുക്ക് ഇത് അയച്ചു തരാം. റെഡി അല്ലേടാ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലൈവ് ഈ ക്ലാസ് കാണുന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ മറക്കണ്ട. then മക്കൾ നോക്കിക്കേ, ഈ കാണുന്ന യെല്ലോ കളർ കൊടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന പോയിന്റ്. സോ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സമയപരിമിതി കൊണ്ടാണ് കേട്ടോ. സെന്റർ ഓഫ് ദ തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻസ്. നമ്മളെ ശരീരത്തിലെ ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, ഈ 3 കാര്യങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് സെറിബ്രം ആകുന്നു. സെൻസേഷൻ, നേരത്തെ പറഞ്ഞ വിഷൻ, ഹിയറിങ്, നമ്മുടെ ടേസ്റ്റ്, ടച്ച്, ഫീലിംഗ്, ഇതൊക്കെ ഉണ്ടാക്കുന്നത്, സെൻസേഷൻസ് ഉണ്ടാക്കുന്നത് സെറിബ്രമാണ്. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്, നേരത്തെ പറഞ്ഞ വോളണ്ടറി ഇൻവോളണ്ടറി പറഞ്ഞില്ലേ, സോ അതിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന വോളണ്ടറി മൂവ്മെന്റ്സിന്റെ കൺട്രോൾ ചെയ്യുന്നതും സെറിബ്രം ആകുന്നു. ദെൻ നെക്സ്റ്റ് പാർട്ടാണ് ഫോർ ബ്രെയിനിൽ വരുന്ന തലാമസ്. Thalamus, it is actually a relay station between cerebrum and body parts. നോക്കിക്കേടാ, it acts as relay station of impulses to and from the cerebrum. നമ്മുടെ സെറിബ്രത്തിലോട്ട് പോകുന്ന മെസ്സേജ്, സെറിബ്രത്തിൽ നിന്ന് വരുന്ന മെസ്സേജ്, ഇതിനെ രണ്ടിനെയും വിശകലനം ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു റിലേ സ്റ്റേഷൻ, ഇടനിലക്കാരനാണ് ആക്ച്വലി തലാമസ് എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോ തലാമസ്, ഈ ഭാഗത്തിൻ്റെ ഒക്കെ ഭാഗങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു തലാമസ് പറയുന്ന ഭാഗം. ഈ ഫ്രണ്ട് ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. സോ ആ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, ലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഓർത്ത് വെക്കണം. അടുത്തത് നമുക്ക് ഹൈപ്പോ തലാമസ്, തലാമസ് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ദ മേജർ ഫംഗ്ഷൻ ഓഫ് ഹൈപ്പോ തലാമസ് ഈസ് ദ മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാസിസ്. ഓക്കെ അല്ലേ? ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ആന്തരസമസം, ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ, വിശപ്പ്, ദാഹം, ഇമോഷൻസ്, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ, ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഇൻസൈഡിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. സോ അതാണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക. റെഡി അല്ലേടാ? ഇതാ നമ്മുടെ മിഡ് ബ്രെയിൻ്റെ ഭാഗമാണ്. മിഡ് ബ്രെയിന് പ്രധാനപ്പെട്ട 2 ഫംഗ്ഷനുകൾ. ഒന്ന് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ പ്രോസസ്സിങ്. നമ്മുടെ കാഴ്ചയും കേൾവിയൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് സെറിബ്രമാണ്. കാരണം സെൻസേഷൻ്റെ സെൻട്രൽ സെറിബ്രമാണ്. പക്ഷേ ഇനീഷ്യലി ഇതിനൊക്കെ അസസ്മെന്റ് അല്ലെങ്കിൽ പ്രോസസ്സിങ് നടക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്, നമ്മുടെ മിഡ് ബ്രെയിനിൽ വെച്ചിട്ടാകുന്നു. ദെൻ ഐ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതും മിഡ് ബ്രെയിൻ ആകുന്നു. റെഡി? ദെൻ നമ്മുടെ ഹൈൻ ബ്രെയിനിന്റെ ഭാഗമായിട്ടുള്ള സെറിബെല്ലമാണ്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ദ മേജർ ഫംഗ്ഷൻ ഓഫ് ദ സെറിബെല്ലം ഈസ് ടു മെയിൻറ്റെയിൻ പോസ്റ്റർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി. ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ബോഡിയുടെ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതാണ് സെറിബെല്ലത്തിന്റെ ജോലി. സോ ഇറ്റ് ഈസ് ദ സെറിബെല്ലം. ദെൻ അടുത്തത് എന്താണ്, നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആൻഡ് പോൺസ്. ഈ വരുന്ന 2 ഭാഗങ്ങളാണ്. ഫോൺസിന്റെയും മെഡുല്ല ഒബ്ലോങ്കേറ്റിന്റെ കൃത്യമായ ഫംഗ്ഷൻ മെൻഷൻ ചെയ്തിട്ടില്ല, അതിൽ ഓർത്തു വെക്കുക. പോൺസിന് പ്രധാനപ്പെട്ട 2 ഫംഗ്ഷൻസ് ആണ് സാധാരണ ജനറലി പറയാറുള്ളത്. ഒന്ന്, പോൺസ് ആണ് നമ്മുടെ ഐയിലെയും ഫേസിലെയും മസിൽസിന്റെ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുക, അതുപോലെ റേറ്റ് ഓഫ് വെന്റിലേഷൻ കൺട്രോൾ ചെയ്യുന്നതും പോൺസ് ആകുന്നു. ദെൻ മെഡുല്ല ഒബ്ലോങ്കേറ്റ കൺട്രോൾ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കഫ്, സ്നീസ് എക്സെട്ര. അല്ലേ? നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഹൃദയസ്പന്ദനം, കഫ്, സ്നീസ്, ചുമ, തുമ്മല്, അതുപോലെയുള്ള ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മൂവ്മെന്റുകളില്ലേ, അറ്റങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആകുന്നു. ദെൻ ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഭാഗത്തിന്റെ പേരാണ് സ്പൈനൽ കോഡ്. റെഡി അല്ലേടാ? ഇറ്റ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ലൈക്ക് ദ ബ്രെയിൻ. സ്പൈനൽ കോഡ് ഈസ് ആൾസോ കവേർഡ് ബൈ മെനിഞ്ചസ്. നമ്മുടെ ബ്രെയിനിലെ പോലെ തന്നെ സ്പൈനൽ കോഡ് മെനിഞ്ചസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഉള്ളിൽ കാണുന്ന സെൻട്രൽ കനാൽ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ സെൻട്രൽ കനാലിന്റെ ഉള്ളിൽ എന്തുണ്ടടാ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ ബ്രെയിനിൽ മെനിഞ്ചസുകളുടെ ലെയറുകൾക്കിടയിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. സ്പൈനൽ കോഡിലും മെനിഞ്ചസിന് ഇടയിലും ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ കനാൽ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. സോ ആ സെൻട്രൽ കനാൽ, ഈ കാണുന്ന ബ്ലൂ ഏരിയയിലുള്ള ഈ സെൻട്രൽ കനാലിൻ്റെ ഉള്ളിലും ആരുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണാൻ വേണ്ടി പറ്റും. റെഡി അല്ലേടാ? ഇനി നമ്മൾ കയറുന്ന അടുത്ത ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ 2 മാർഗമാണുള്ളത്. ഒന്ന് ഹ്യൂമൻ നെർവസ് സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഹ്യൂമൻ ഹോർമോണൽ സിസ്റ്റം. ഓക്കെ അല്ലേടാ? സോ നമുക്ക് ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു 6 ഹോർമോണുകൾ പഠിക്കാനുണ്ട് കേട്ടോ.
ഹോർമോൺ അല്ല, 6 ഗ്ലാൻഡുകൾ, ആ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഓക്കെ അല്ലേ? ആൻഡ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ മക്കളെ അത് നമ്മുടെ ബ്രെയിനിന്റെ ബേസ് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. ഹൈപ്പോതലാമസ് ഒക്കെ താഴെയായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മക്കളെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഗ്രോത്ത് ഹോർമോൺ GH ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH ആൻഡ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH ഒക്കെ അത് സ്റ്റിമുലേറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ചില കേടുകൾ പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ കാണാം. പക്ഷെ നമ്മുടെ NCERT-യിൽ ഈ യെല്ലോ കളർ കൊടുത്തിട്ടുള്ള ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. സോ അത് പഠിച്ചാൽ മതി. റെഡി അല്ലേ? റിവിഷൻ അല്ലേ, സമ്മറി അല്ലേ? സോ അത് മതി. റെഡി അല്ലേടാ? നമ്മൾ ഒരു പഠിക്കുന്ന സമയത്ത് ഫുള്ള് പഠിക്കുക, എക്സാം സമയത്ത് തൽക്കാലം നമുക്ക് എന്ത് മതിയടാ? ഗ്രോത്ത് ഹോർമോൺ മതി. റെഡി. then എന്താടാ? ഫങ്ഷൻസും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. NCERT മെൻഷൻ ചെയ്യുന്ന ഫങ്ഷൻ എന്താടാ? GH സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഹോർമോൺ. മക്കളെ പേരിന്ന് കിട്ടും, ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടിയാൽ ഗ്രോത്ത് കൂടും. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടിയിട്ട് ഗ്രോത്ത് കൂടുന്ന അവസ്ഥ വിളിക്കുന്ന പേരാണ് ജൈജാൻറ്റിസം, ഭീമാകാരത്വം എന്ന് വിളിക്കും മലയാളത്തിൽ. നോക്കിക്കേടാ, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ് ലീഡ് ടു എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. റെഡി അല്ലേ? നോക്കിക്കേടാ, ബോഡിയുടെ എക്സസീവ് ഗ്രോത്തിന് കാരണമാകുന്നതാണ് ജൈജാനിസം. നേരെ ഓപ്പോസിറ്റ്, ഗ്രോത്ത് ഫേസിൽ ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ GH-ന്റെ പ്രൊഡക്ഷൻ വളരെ ഡിക്രീസ് ആയാൽ അതെന്ത് ചെയ്യടാ? സ്വാഭാവികമായിട്ട് നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും. സോ ഗ്രോത്ത് ഉണ്ട് ചെയ്യടാ, റെഡ്യൂസ് ചെയ്യപ്പെടും. സോ ഡ്വാർഫിസം, വാമനത്വം, ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിംഗ് ദ ഗ്രോത്ത് ഫേസ് റിസൾട്ട് ഇൻ ദ ഡ്വാർഫിസം. Dwarfism caused by the decreased production of growth hormone or GH. ഓക്കെ അല്ലേ? നമ്മുടെ സെക്കൻഡ് ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് മക്കൾ ഈ ഭാഗത്ത് കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി ആന്റിലോലാറ്ററൽ സൈഡ്സ് ഓഫ് നെക്ക് റീജിയൻ. ഈ നെക്കിന്റെ രണ്ട് ലാറ്ററൽ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ദെൻ ഹോർമോൺ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ ഈസ് ടു കൺട്രോൾ മെറ്റാബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ടോട്ടൽ ബോഡിയിലെ മെറ്റാബോളിസത്തിനെ കൺട്രോൾ ചെയ്യുക, എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് മെറ്റാബോളിസം. ഇതാണ് ആരുടെ ജോലി? തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ജോലി. ദെൻ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസോർഡർ ആണ് മക്കളെ, ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടൻ്റ്, ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഡിസോർഡർ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് കാൾഡ് ഗോയിറ്റർ. നമ്മുടെ നാട്ടിൽ ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടലിൽ ഒരു ചാക്ക് മൈദ കൊണ്ട് 100 പൊറോട്ട ഉണ്ടാക്കും. ചാക്ക് അളവൊന്ന് കുറഞ്ഞു. ഇന്ന് രാവിലെ ഒരു പകുതിയേ ഉള്ളൂ. ചാക്കിന് ഫുൾ ഉണ്ടാകുമ്പോൾ 100 പൊറോട്ട ഉണ്ടാക്കും അല്ലേ? പകുതിയുള്ളൂ. അപ്പോൾ ഏകദേശം 50 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് പൊറോട്ട അളവ് കുറഞ്ഞൂടാ? മൈദന്റെ അളവ് കുറഞ്ഞപ്പോൾ പൊറോട്ട അളവ് കുറഞ്ഞു, സ്വാഭാവികമാണ്. ഗോതമ്പിന് അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചപ്പാത്തിന് അളവ് കുറയും. അതങ്ങനെയാണ്. സോ അതുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? സാധാരണ ഒരു പാക്ക് ചായപ്പൊടി കൊണ്ട് 100 ഗ്ലാസ് ചായ ഉണ്ടാക്കുമെങ്കിൽ ഇന്ന് അര പാക്ക് ചായപ്പൊടി ഉള്ളൂവെങ്കിൽ 50 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നതുപോലെ അയഡിൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിലേ തൈറോക്സിൻ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? അയഡിൻ്റെ അളവ് കുറഞ്ഞാൽ തൈറോക്സിൻ്റെ അളവ് കുറയും. തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. സോ അയഡിൻ്റെ അളവ് കുറഞ്ഞാൽ തൈറോക്സിൻ അളവ് കുറയും. സ്വാഭാവികമായിട്ടും തൈറോയ്ഡ് ഗ്ലാൻഡ് ഒന്ന് എൻലാർജ് ചെയ്യും, കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് എൻലാർജ്മെന്റ് കോസസ് ഗോയിറ്റർ. ഓക്കെ അല്ലേ? ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ലീഡ്സ് ടു ദ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ വിച്ച് ലീഡ്സ് ടു ഗോയിറ്റർ. ഓക്കെ അല്ലേ? സോ അതുകൊണ്ടാണ് നമ്മൾ ഫോർട്ടിഫൈഡ് അയഡിൻ ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള സോൾട്ട് ഉപയോഗിക്കുക, ഉപ്പ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ്. റെഡി അല്ല? നമ്മുടെ കിഡ്നിക്ക് തൊട്ട് മുകളിലേക്ക് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഹോർമോൺ, ഒന്ന് അഡ്രിനാലിനും മറ്റൊന്ന് നോർ അഡ്രിനാലിനും ആകുന്നു. ഇറ്റ് സെക്രീറ്റഡ് ഡ്യൂറിങ് ദ എമർജൻസി കണ്ടീഷൻ ഫോർ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റിയാക്ഷൻസ്. എന്തെങ്കിലും രീതിയിലുള്ള പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവന് ഭീഷണിയാകുന്ന എമർജൻസി കണ്ടീഷനിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ അഡ്രിനാലിൻ ഒരു നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെ അഡ്രിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻഡ് റെസ്പോൺസിബിൾ ഫോർ കാംനെസ്. ഇതാണ് നമ്മുടെ എമർജൻസി കണ്ടീഷൻസിനെ ഓവർകം ചെയ്ത് റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നത് ദിസ് ഹോർമോണുകളാകുന്നു. ആൻഡ് അടുത്ത നമ്മുടെ ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റിസ് ആൻഡ് ഓവറി.
ഗ്ലാൻഡുകൾ, ടെസ്റ്റസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡാണ്, ഓവറി എന്ന് പറയുന്നത് മറ്റൊരു ഗ്ലാൻഡാണ്. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് ഒരുമിച്ച് പഠിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ അല്ലേ? റെഡി? മക്കൾ നോക്കിക്കടാ, രണ്ടും റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡുകളാണ് കേട്ടോ. ടെസ്റ്റിസ് ആൻഡ് ഓവറി. ടെസ്റ്റിസ് മക്കളെ നോക്കിക്കേ, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇറ്റ് കോസസ് ദ റെഗുലേറ്റ് ദ ചേഞ്ചസ് ഡ്യൂറിങ് പ്യൂബർട്ടി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പേം. മെയിൽസിൽ, പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞ ശേഷമുള്ള ബോഡി ചേഞ്ചുകൾ അഥവാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറുകളും അതുപോലെ തന്നെ പുരുഷന്മാരുടെ മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേമിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അനദർ വണ് ഓവറിയാണ് മറ്റൊരു ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ഓവറി എന്ന് പറയുന്നത്. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഈസ്ട്രോജൻ ആണ് റെഗുലേറ്റ് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്. മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതും ഫീമെയിൽ സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കുന്നത് ഈ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രോജൻ ആകുന്നു. റെഡി അല്ലേ? ആൻഡ് നമ്മുടെ അഞ്ചാമത്തെ ഗ്ലാൻഡ് ആണ് പാങ്ക്രിയാസ് ഗ്ലാൻഡ്. ഈ പാങ്ക്രിയാസ് ഗ്ലാൻഡ് നമ്മുടെ അബ്ഡോമന്റെ അപ്പർ ഭാഗത്തായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. രണ്ട് പ്രധാനപ്പെട്ട സെല്ലുകൾ എന്ത് ചെയ്യാറുണ്ട് ഈ ഗ്ലാൻഡിൽ കാണുന്നത്. അഥവാ പാങ്ക്രിയാസ് ഗ്ലാൻഡിലെ ടോട്ടൽ സെല്ലുകൾ വിളിക്കുന്ന പേര് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ്. റെഡി അല്ലേടാ? ടോട്ടൽ സെല്ലിന് പേര് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ പ്രധാനപ്പെട്ട സെല്ല് രണ്ടെണ്ണമാണ്. ഒന്ന് ആൽഫ സെല്ല് ആൻഡ് അനദർ വൺ ഇസ് ബീറ്റ സെൽ. Alpha cell produces the hormone glucagon and beta cell produces the hormone insulin. Okay ഇല്ലടാ? സോ ടോട്ടൽ സെല്ലിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ്. ആൻഡ് ദ ടു മേജർ ടൈപ്പ് ഓഫ് സെൽസ് ആർ ആൽഫ സെൽ ആൻഡ് ബീറ്റ സെൽ. ആൽഫ സെൽ പ്രൊഡ്യൂസസ് ഗ്ലൂക്കഗൺ ആൻഡ് ബീറ്റ സെൽ പ്രൊഡ്യൂസസ് ദ ഹോർമോൺ ഇൻസുലിൻ. Okay, the major function of pancreas gland or the hormone produced by the pancreas glands are to help to maintain the sugar level in blood. ബ്ലഡിലെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുക. ഈ രണ്ടുമാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് പാങ്ക്രിയാസ് ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പാങ്ക്രിയാസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിന്റെ ജോലി. ദെൻ ലാസ്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രൈം കൺട്രോൾ ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് ഹൈപ്പോതലാമസ്. ഇറ്റ് ഈസ് ദ ഓർ ഹൈപ്പോതലാമസ് നോൺ ആസ് ദി പ്രൈം കൺട്രോൾ ഓഫ് ദ ഹോർമോണൽ സിസ്റ്റം. പ്രൈം കൺട്രോളർ ആര് എപ്പോ എങ്ങനെ തീരുമാനിക്കുന്നതാണ് പ്രൈം കൺട്രോളർ അഥവാ ഹൈപ്പോതലാമസ് ആകുന്നു. ശ്രദ്ധിച്ചോ? വിച്ച് പ്രൊഡ്യൂസ് റിലീസിംഗ് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ടു സെക്രീറ്റ് ട്രോപ്പിക് ഹോർമോൺ. ഹൈപ്പോതലാമസിൽ നിന്ന് എന്ത് ചെയ്യടാ നമ്മുടെ ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്ന ചില ഹോർമോൺ എന്ത് ചെയ്യും? റിലീസ് ചെയ്യിപ്പിക്കും. ഈ ട്രോപ്പിക് ഹോർമോൺ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന, ശ്രദ്ധിച്ചോ, ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് റിലീസിംഗ് ഹോർമോൺ. ഈ റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ റിലീസ് ചെയ്താൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ട്രോപ്പിക് ഹോർമോണിനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പേരാണ് ട്രോപ്പിക് ഹോർമോൺ. സോ പിറ്റ്യൂട്ടറിയെ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ ഹൈപ്പോതലാമസ് ചെയ്യുന്ന ജോലി. ഈ പിറ്റ്യൂട്ടറിയിലുള്ള ട്രോപ്പിക് ഹോർമോണുകളാണ് ബാക്കിയുള്ള ഗ്ലാൻഡുകളില്ലടാ. നമ്മുടെ പാങ്ക്രിയാസ് ആവട്ടെ, അതുപോലെ തന്നെ അഡ്രിനൽ ആവട്ടെ, തൈറോയ്ഡ് ഏതും ആവട്ടെ, ബാക്കിയുള്ളവരൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ട്രോപ്പിക്കാണ്. സോ ട്രോപ്പിക്കിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ്. സോ അതുകൊണ്ട് ഹൈപ്പോതലാമസ് നമ്മൾ പ്രൈം കൺട്രോളർ എന്ന് വിളിക്കുന്നത്. റെഡി അല്ലേടാ? ആൻഡ് ഫീഡ്ബാക്ക് മെക്കാനിസം. എത്ര എണ്ണം എത്ര അളവിൽ വേണമെന്ന് തീരുമാനിക്കുന്ന മെക്കാനിസമാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ശരീരത്തിൽ എന്താ ഗ്ലൂക്കോസ് അളവ് കൂടുകയോ കുറയുകയോ ചെയ്തു. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുക? ഗ്ലൂക്കോസ് അളവ് കൂടി എന്ന് വിചാരിക്കുക. സോ ആ സമയത്ത് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്ത് ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കുക എന്ന് ചെയ്യുന്ന പണി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഫീഡ്ബാക്ക് മെക്കാനിസമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഫീഡ്ബാക്ക് മെക്കാനിസം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഹോർമോൺ ഷുഡ് ബി സെക്രീറ്റഡ് ഇൻ പ്രിസൈസ് ക്വാണ്ടിറ്റീസ് വി നീഡ് ഇൻ എ മെക്കാനിസം ത്രൂ വിച്ച് ഇറ്റ് ഈസ് ഡൺ. അല്ലേ? ഒരു പ്രിസൈസ് ക്വാണ്ടിറ്റി, കൃത്യമായിട്ട് എത്ര അളവിൽ എപ്പോൾ വേണം തീരുമാനിക്കുന്ന മെക്കാനിസമാണ് ദ ഫീഡ്ബാക്ക് മെക്കാനിസം. ദ ടൈമിംഗ് ആൻഡ് amount of hormone released are regulated by feedback mechanism. ഓക്കെ അല്ലേ? നമ്മുടെ ഈ പാഠത്തിന്റെ അവസാനത്തെ ടോപ്പിക്കാണ് കോർഡിനേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഈ കോർഡിനേഷൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് മൂവ്മെന്റ്സ് ആണ് പ്ലാന്റ്സിൽ കാണിക്കാറുള്ളത്. ഒന്ന് നാസ്റ്റിക് മൂവ്മെന്റ് ആണ്, അനദർ വൺ ഈസ് ട്രോപ്പിക് മൂവ്മെന്റ്. ഈ നാസ്റ്റിക് മൂവ്മെന്റിന് രണ്ട് ടൈപ്പ് ഉണ്ട്, തിഗ്മോ നാസ്റ്റി ആൻഡ് ഫോട്ടോ നാസ്റ്റി. സോ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നാസ്റ്റിക് മൂവ്മെന്റ് പറ്റി ഒന്ന് പഠിക്കാം. നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിമുലസിന്റെ ഡിറക്ഷന് അൺഅഫക്റ്റ് ചെയ്യുന്ന മൂവ്മെന്റ് ആണ് നാസ്റ്റിക് മൂവ്മെന്റ്.
സ്റ്റിമുലസ് ഏത് ഭാഗത്തു നിന്ന് വന്നാലും നാസ്റ്റിക് മൂവ്മെന്റിൽ ആ മൂവ്മെന്റ് ഒരു പർട്ടിക്കുലർ ഒരു ഡയറക്ഷനിൽ മാത്രം നടക്കുള്ളൂ. സോ സിമ്പിളായിട്ട് പറയാൻ എങ്ങനെ പറയടാം, സ്റ്റിമുലസിന് ഡിറക്ഷനെ ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ഒബേ ചെയ്യാത്ത മൂവ്മെന്റ് ആണ് നാസ്റ്റിക് മൂവ്മെന്റ്. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും, ശ്രദ്ധിച്ചോ. നാസ്റ്റിക് മൂവ്മെന്റ് is a planned component reaction that is unaffected by the direction of the external stimuli. മക്കളെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തിഗുമോനാസ്റ്റി, ടച്ച് മീ നോട്ട് പ്ലാന്റ് അല്ലെങ്കിൽ മൈമോസ പൂഡിക്ക എന്ന് പറയുന്ന ഈ പ്ലാന്റ് മക്കളെ, ഇതാണ് നമ്മുടെ തൊട്ടാവാട് ചെടി ഇലകൾ കേട്ടോ. നമ്മൾ തൊട്ടാവാട് ചെടിയെ മേലെ തൊട്ടാൽ അതെന്ത് ചെയ്യടാ, ഇങ്ങനെ ക്ലോസ് ചെയ്യും അല്ലെ. അതിന്റെ മൂവ്മെന്റ് ഡിറക്ഷൻ എന്താ, ഈ ഒരു ലേക്കാണ്, ദിസ് ലേക്കാണ്. താഴെ ഭാഗത്ത് തൊട്ടാലും അത് ഇങ്ങനെ തന്നെ അല്ലേടാ ക്ലോസ് ചെയ്യാം. സൈഡിൽ തൊട്ടാലോ ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്യും. ത്രികോണത്തിൽ തൊട്ടു ഇത് ഇങ്ങനെ തന്നെ, ചതുർഭുജിൽ തൊട്ട് നോക്കിയാലോ അത് ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്യുള്ളൂ അല്ലേ. സോ ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെയാണോ സ്റ്റിമുലേ വന്നത് അല്ലെങ്കിൽ തൊടൽ എങ്ങനെ വന്നത് എന്നുള്ളത് അവിടെ ബോധർ ചെയ്യുന്നില്ല. അത് പോകുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് ക്ലോസ് ചെയ്യുള്ളൂ. സോ അത് സ്റ്റിമുലൈൻ്റെ ഡിറക്ഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല, അതിന് ഇഷ്ടം പോലെ എന്നും ചെയ്യുന്ന പോലെ തന്നെ അത് മൂവ് ചെയ്യുള്ളൂ. ഇങ്ങനത്തെ മൂവ്മെന്റ് ആണ് തിഗുമോനാസ്റ്റിയിൽ നമ്മുടെ ടച്ച് മീ നോട്ട് പ്ലാന്റിന്റെ മൂവ്മെന്റ്. അനദർ എക്സാമ്പിൾ ആണ് ഫോട്ടോനാസ്റ്റി. നമ്മുടെ ഡെൻഡേലിയൻ ഫ്ലവേഴ്സിന്റെ പെറ്റലുകളിലാണ് ഇതളുകൾ ലൈറ്റിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. നോക്കിക്കേ, ഡേ ടൈമിൽ ഇത് ഓപ്പൺ ആണ്, നൈറ്റ് ടൈമിൽ ക്ലോസ് ആണ്. സോ അത് ഡേ ആവുമ്പോൾ ഓപ്പൺ ആവും, നൈറ്റ് ആവുമ്പോൾ ക്ലോസ് ആവും. അത് ലൈറ്റ് ഏത് ഭാഗത്ത് നിന്ന് വന്നതിന് ബോധർ ചെയ്യണേ ഇല്ല. ലൈറ്റ് വന്നോ ഓക്കെ അത് ഓപ്പൺ, ലൈറ്റ് പോയോ അത് ക്ലോസ്. ലൈറ്റ് ഇടത്തുനിന്നാണ് വന്നത്, വലത്തുനിന്നാണ് വന്നത്, മേലെന്നേ വന്നത്, നോ ബോധറിങ്. ഓക്കെ, ലൈറ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ, ഇല്ലെങ്കിൽ ക്ലോസ്. ഇതാണ് അതിൻ്റെ ജോലി. റെഡി അല്ലേ? സോ ഈ ടൈപ്പാണ് ഫോട്ടോനാസ്റ്റി. അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിന് നേരെ ഓപ്പോസിറ്റ്, നാസ്റ്റിക്കിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഏത് ഭാഗത്തു നിന്നാണോ സ്റ്റിമുലേ വരുന്നത് അതിന് ഒബേ ചെയ്യും. ഡിറക്ഷൻ എന്ത് ചെയ്യണം, ഒബേ ചെയ്യും. വെൻ പ്ലാൻ എക്സിബിറ്റ് സം ഗ്രോത്ത് മൂവ്മെന്റ് റെസ്പോൺസ് ടു എ സ്റ്റിമുലസ്, ഇറ്റ് ഈസ് റെഫർഡ് ആസ് ട്രോപ്പിസം. അതായത് ട്രോപ്പിസം ഇസ് സ്പെസിഫിക് direction of stimulus and can be either display negative or positive movement response to stimulus. അതൊന്നും നമ്മൾ മെയിൻ ആക്കണ്ട. നമുക്ക് എന്ത് ചെയ്യണം, ഫോട്ടോട്രോപ്സിന്റെ ഫസ്റ്റ് എക്സാമ്പിളോട്ട് പോകാം. നോക്കിക്കേ, ഒരു ജനലിന്റെ അടുത്ത് വിൻഡോയുടെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാന്റ് സാപ്ലിംഗ് നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. സോ ഈ ഭാഗത്ത് ലൈറ്റ് വന്നത്, സോ ആ ഭാഗത്തോടെ ആ പ്ലാന്റ് ഇങ്ങനെ ബെൻഡായി. ഇതാണ് ലൈറ്റിന്റെ ഡിറക്ഷൻ, സ്റ്റിമുലൈന്റെ ഡിറക്ഷൻ. അങ്ങോട്ട് ഇങ്ങനെ ബെൻഡായി, സോ ആ ഡിറക്ഷനിലോട്ട് പോയി. ഇത് ഫോട്ടോ അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലേക്ക് ഒബേ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് അല്ലേ. സോ ഈ ടൈപ്പ് മൂവ്മെന്റിന്റെ പേരാണ് ഫോട്ടോട്രോപ്പിസം. റെഡി അല്ലേ? അടുത്തത് ജിയോട്രോപ്പിസം. ഇവിടെ ഗ്രാവിറ്റി ആണ് സ്റ്റിമുലസ്. ഓക്കെ അല്ലേ? ഗ്രാവിറ്റി താഴത്തോട്ടാണ് എന്ത് ചെയ്യുക, വലിക്കുക. സോ താഴത്തോട്ട് ഇതിന്റെ വേരുകൾ ഇങ്ങനെ താഴത്തോട്ട് പോകുന്നു. റെഡി അല്ലേ? സോ ഈ ടൈപ്പാണ് ജിയോട്രോപ്പിസം. അതിനടുത്തത് തിഗുമോട്രോപ്പിസം. തിഗുമോ എന്ന് പറഞ്ഞാൽ ടച്ച് ആണ് ഇവിടുത്തെ സ്റ്റിമുലസ് കേട്ടോ. സോ നമ്മുടെ ഒരു ചെടിക്ക് വളർന്നു പോകുന്ന ഒരു ക്ലൈംബർ ആയിട്ടുള്ള ചെടിക്ക് നമ്മൾ ഒരു സപ്പോർട്ടിന് ഒരു വടിയോ സ്റ്റിക്കോ എന്തെങ്കിലും കുത്തി കൊടുത്താൽ അത് അതിന് ചുറ്റും ഇങ്ങനെ വളരും. സോ അവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ടച്ചാണ്, ഇറ്റ് ഈസ് തിഗുമോട്രോപ്പിസം. അടുത്തതാണ് ഹൈഡ്രോട്രോപ്പിസം. വാട്ടർ ആണ് സ്റ്റിമുലസ്. ഭൂമിയുടെ അടിയിലാണ് വാട്ടർ ഉള്ളത്. സോ വേര് അതിന് അടിയിലോട്ട് പോകുന്നു, വാട്ടർ ഡിറക്ഷനിലോട്ട് പോകുന്നു, ഒബേ ചെയ്യുന്നു അല്ലേ. സോ ഈ ടൈപ്പാണ് ഹൈഡ്രോട്രോപ്പിസം. അടുത്തത് മക്കളെ കീമോട്രോപ്പിസം. കെമിക്കലിൻ്റെ അടുത്തോട്ട് പോവുക. നമ്മുടെ പോളൻ ട്യൂബ് ഒവ്യൂളിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഫോർ കീമോട്രോപ്പിസം. ഓക്കെ അല്ലേ? സോ കെമിക്കലിൻ്റെ ഡിറക്ഷനോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് കീമോട്രോപ്പിസം. ഇനി പ്ലാൻ ഹോർമോണുകൾ അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇനി നോക്കാനുള്ളത്. ഓക്കെ അല്ലേ? പ്ലാൻ ഹോർമോൺ, ഫൈറ്റോ ഹോർമോൺസ് ആർ ദി chemical compounds present in very low concentration in plants. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ലോ കോൺസെൻട്രേഷനിൽ പ്ലാന്റ്സിൽ കാണുന്ന കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺസ് ഓർ പ്ലാന്റ് ഹോർമോൺസ്. ടു ടൈപ്പ് പ്ലാന്റ് ഹോർമോൺസ് ഉണ്ട്. ഒന്ന് പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്, അനദർ വൺ ഇസ് പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. നോക്കിക്കേടാ, പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ് ഓക്സിന്, സൈറ്റോകിനിന്, ജിബ്ബർലിൻ. ആൻഡ് പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ് എഥിലിനും അബ്സിസിക് ആസിഡും. നമുക്ക് ഓരോന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം ഓക്സിൻ ആണ്. റെഡി അല്ലേടാ? ഓക്സിന്റെ പ്രധാനപ്പെട്ട ജോലി അതിന്റെ വളർച്ചയെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ
യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള പോയിന്റിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്, ബാക്കിയുള്ളത് എക്സ്ട്രാ പോയിന്റുകളാണ്. സോ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ യെല്ലോ പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്സിൻ ഇറ്റ് പ്രൊമോട്ട് സെൽ എൻലാർജ്മെന്റ് ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ ഇൻ പ്ലാന്റ്സ്. സെല്ലിനെ എൻലാർജ് ചെയ്യിക്കാനും സെല്ലിനെ വൈവിധ്യവൽക്കരിക്കുക, ഡിഫറൻസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ സെല്ലിനും ഓരോ ജോലി കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു സെല്ലിന്റെ കൂട്ടമാണുള്ളത്, അതിൽ നിന്നും ഒന്ന് ഇലയായിട്ട് മാറണം, കുറച്ച് സെല്ലുകൾ അതിന്റെ സ്റ്റെം ആകണം, ബാക്കി കുറച്ച് സെല്ല് അതിന്റെ റൂട്ട് ആവണം, കുറച്ച് അതിന്റെ ഫ്ലവർ ആവണം. ഇങ്ങനെ ഓരോ സെല്ലിനെ ഓരോ ജോലിയിലോട്ട് ഇങ്ങനെ മാറ്റുക, സ്പെസിഫൈ ചെയ്യുക. ഇതാണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ദെൻ ഇറ്റ്സ് പവർഫുൾ ഗ്രോത്ത് സ്റ്റിമുലന്റ്. അതെന്താണ്? പവർഫുൾ ആയിട്ടുള്ള ഗ്രോത്ത് സ്റ്റിമുലന്റ്. അപ്പോൾ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്സിൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ആണ് സൈറ്റോകിനിൻ. വളരെ സിമ്പിൾ ആണ്. സൈറ്റോകിനിൻ സെൽ ഡിവിഷൻ. ഓക്കെ, നോക്കിക്കേ, പ്രൊമോട്ട് സെൽ ഡിവിഷൻ ഇൻ പ്ലാന്റ്സ്. അനദർ വൺ ഇസ് ജിബർലിൻ. ജിബർലിന്റെ ജോലി ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റെം ഇലോങ്ങേഷൻ. മാറിപ്പോകരുത്, ഓക്സിൻ സഹായിച്ചിരുന്നത് മക്കളെ നോക്കിക്കേ സെൽ എൻലാർജ്മെന്റ് ഇലോങ്ങേഷൻ ആയിരുന്നു. ഇവിടെ സ്റ്റെം ആണ് ജിബർലിൻ ചെയ്യുന്ന ജോലി കേട്ടോ, സ്റ്റെം ഇലോങ്ങേഷൻ. ആൻഡ് അബ്സിസിക് ആസിഡിന്റെ പ്രധാനപ്പെട്ട ജോലി ഇൻഡ്യൂസ് ഡോർമെൻസി ഇൻ ബഡ് ആൻഡ് സീഡ്. ഡോർമെൻസി എന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്തോ, ഇറ്റ് ഈസ് എ സ്ലീപ്പിംഗ് ഫേസ് ഓഫ് ദ സീഡ്. ഓക്കെ, ഡോർമെൻസി ഈസ് ഈക്വൽ ടു സ്ലീപ്പിംഗ് ഫേസ്. റെഡി? ഓക്കെ ഇല്ലടാ. സോ ഡോർമെൻസി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ സീഡിന്റെ സ്ലീപ്പിംഗ് ഫേസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സോ ശ്രദ്ധിച്ചോടാ, ഇൻഡ്യൂസസ് ഡോർമെൻസി ഇൻ ബഡ് ആൻഡ് സീഡ്. നമ്മുടെ ബഡിലും സീഡിലൊക്കെ ഡോർമെൻസിനെ സ്ലീപ്പിംഗ് ഫേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അബ്സിസിക് ആസിഡ് ആണ്. ദെൻ പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. പ്ലാന്റിന്റെ ഗ്രോത്തിന് ചില സമയം പ്ലാന്റ് ഗ്രോ ചെയ്താൽ ആ പ്ലാന്റിന്റെ വളർച്ച അത് സ്വാധീനിക്കാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല വെയിലുള്ള സമയത്തിന്, വെള്ളം കുറവുള്ള സമയത്തൊന്നും പ്ലാന്റ് ഗ്രോ ചെയ്യരുത്, അത് ഇൻഹിബിറ്റ് ചെയ്ത് കിടക്കണം. സോ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണ്? അബ്സിസിക് ആസിഡ്. അവസാനമായിട്ട് എഥിലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. ദർ ആൾസോ കാൾഡ് റൈപ്പനിങ് ഹോർമോൺസ്. നമ്മുടെ ഫ്രൂട്ടൊക്കെ പഴുക്കാൻ വേണ്ടി, റൈപ്പൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഹോർമോണാണ് നമ്മുടെ എഥിലിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 3 മെയിൻ ടോപ്പിക്കുകളത്. ഒന്ന് നെർവസ് സിസ്റ്റമാണ്, മറ്റൊന്ന് ഹോർമോൺ സിസ്റ്റമാണ്, ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ പ്ലാന്റ്സിന്റെ കോർഡിനേഷൻ ആകുന്നു. സോ നമുക്ക് വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം ഈ ക്ലാസ്സിൽ നോട്ട് കിട്ടണമെങ്കിൽ ഈ ക്ലാസ്സിന്റെ ഡീറ്റെയിൽഡ് നോട്ടാണ്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ ക്ലാസ്സിന്റെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ലെറ്റേഴ്സ് ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ നോട്ട് ഫുൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ SLC അല്ലെങ്കിൽ CBSE എക്സാമിന് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകൾ ഉണ്ടാകും. എക്സാം ടൈം ടേബിൾ വരുമ്പോൾ ആ ടൈം ടേബിളൊക്കെ നേരത്തെ കിട്ടാൻ, ഏത് രീതിയിലുള്ള ഈ അവധികളോ മറ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ അടുത്തെത്താൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ CBSE 10th ആണ് കേട്ടോ. ബാക്കി ആരും ഇതിലുണ്ടാവില്ല. 10ാം ക്ലാസ് CBSE കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂസ് മാത്രമേ തരുള്ളൂ. സോ ഇപ്പോൾ തന്നെ മക്കൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, വളരെ സൂപ്പറായിട്ട് പഠിച്ച് ഫുൾ A1 ഒക്കെ വാങ്ങാൻ താല്പര്യം മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിലോട്ടൊന്ന് മെസ്സേജ് എൻക്വയറി ചെയ്യുക. അതല്ലെങ്കിൽ താഴത്തിൽ ഈ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, അവിടെ നിങ്ങൾ പേര്, ഫോൺ നമ്പർ, ക്ലാസ് ഒന്ന് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ വരിക, ചോദിക്കുക കേട്ടോ. സോ ഷാറിട്ട് പഠിക്കുക, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണം. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ, താങ്ക് യു.